മുറപ്പെണ്ണ് രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 25. ചുമ്മു, നമുക്ക് അനീതയുടെ കാര്യം ഏട്ടന്മാരോട് ആരോടെങ്കിലും പറഞ്ഞാലോ? പുറത്ത് തകൃതിയായി പെയ്യുന്ന മഴയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് പങ്കു അവളോട് ചോദിച്ചു. അപ്പുറത്തെ പറമ്പിൽ ശിവൻ വെല്ലിച്ചിന് വേണ്ടിയുള്ള വീടിൻ്റെ പണി മഴ മൂലം നിന്നുപോയത് അവനപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അവരിത് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഡാഷുമോടെ അഭിനയവും അതുപോലെയല്ലേ? ചുമ്മുവിൻ്റെ മറുപടി കേട്ടപ്പോഴാണ് ചെക്കനും അക്കാര്യം ആലോചിക്കുന്നത്. ശരിയാണ്, നീത മറ്റുള്ളവരുടെ മുൻപിൽ വളരെ മര്യാദയുള്ളവളും സ്നേഹമുള്ളവളും അടക്കോ ഒതുക്കോ ഉള്ളവളും ഒക്കെയാണ്. ചുമ്മുവിൻ്റെ നേരെ എതിർ സ്വഭാവം. പക്ഷേ അവളുടെ മനസ്സിലെ വിഷം മാത്രം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് മറ്റൊരു സത്യം. ഇനിയിപ്പോൾ എന്തു ചെയ്യുവടി? അവന് വല്ലാത്ത ദേഷ്യം വന്നു. നീയൊന്ന് അടങ്ങു പങ്കു, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. അവൾ ഇവിടുന്ന് വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ തന്നെ ഈ ചുമ്മാ അവക്കിട്ട് നല്ല മുട്ടം പണി കൊടുത്തിരിക്കും, നീ നോക്കിക്കോ. അവൾ ഉറപ്പോടെ പറഞ്ഞതും പങ്കു ഒന്ന് മൂളിക്കേട്ടു. അത്രമാത്രം. അവൾക്ക് എന്നോട് അങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ? പക്ഷെ ഒരിക്കൽ പോലും വേദൂട്ടിയിൽ നിന്നും അങ്ങനൊരു സമീപനം ഞാൻ നേരിട്ടിട്ടില്ലല്ലോ. കണ്ണന് തല പുകയുന്നെന്ന് തോന്നിയതും അവൻ 2 കൈകളും കൂട്ടിപ്പിടിച്ച് നെറ്റിയിൽ ശക്തമായി അമർത്തി. എപ്പോഴോ തോന്നിയൊരിഷ്ടമാണ് അവളോട്. വാത്സല്യത്തിനും കരുതലിനും അപ്പുറം അവളൊരിഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയത് +2 പഠിക്കുമ്പോഴാണ്. അന്ന് ചുമ്മു 7ാം ക്ലാസ്സിലാണ്. പക്ഷേ അത് പ്രണയമെന്ന് മനസ്സിലാക്കുവാൻ വീണ്ടും കുറച്ച് നാളുകൾ കൂടി എടുത്തു. അവളുടെ കുറുമ്പും കുട്ടിത്തവും തല്ലുകൊള്ളിത്തരവും ഒക്കെ ഉള്ളിൽ ആവോളം ആസ്വദിക്കുമ്പോഴും അവളിൽ നിന്ന് അത് ഒളിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് അല്പം വിട്ടുനിന്നതും. പെണ്ണിൻ്റെ വഴക്കും വീടിൻ്റെ പുറത്തും കൂടി ആയപ്പോഴാണ് ഗൗരവത്തിൻ്റെ മേൽമൂടി അണിയാൻ താനും നിർബന്ധിതനായത്. അവൾ ഉണ്ടാക്കുന്ന വഴക്കുകളെല്ലാം പലതിലും കലാശിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പേടിയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നോർത്ത്. എല്ലാവരും എടുത്തവളെ തലയിൽ കയറ്റി വയ്ക്കുമ്പോഴും അതുകൊണ്ട് മാത്രമാണ് താൻ അവളെ ശാസിച്ചും ശിക്ഷിച്ചുമൊക്കെ കൂടെ നിന്നതും. കുടുംബത്തിൽ ഒരാളെയെങ്കിലും അവൾക്ക് പേടി വേണ്ടേ എന്നോർത്ത്. പക്ഷേ ഇവിടെ എന്താണ് അവൾക്ക് സംഭവിച്ചത്? തന്നോടുള്ള പ്രണയം മൂലം അവൾ ആ നിധിയെ എന്തു ചെയ്യാൻ ശ്രമിച്ചതാണോ? എൻ്റെ വേദു ഇങ്ങനല്ലായിരുന്നല്ലോ. എൻ്റെ വേദു ആരെയും ഒന്നും ചെയ്യുന്നവളല്ലായിരുന്നല്ലോ. ആർക്കിട്ടെങ്കിലും പണി കൊടുത്താലും അതിൽ അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നല്ലേ. ഇന്ന് നിധിയെ തള്ളിയെറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷത്തേക്ക് തനിക്കും അറിയില്ലായിരുന്നു. താനും അച്ചുവേട്ടനും കൂടി ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ നീത ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ? തനിക്ക് വേണ്ടി ഒരാളെ ഇല്ലാതാക്കാൻ പോലും വേദു തയ്യാറാണെന്നോ? അതും ഈ ചെറുപ്രായത്തിൽ? അച്ചമ്മ ചോദിച്ചപ്പോഴും അവൾ ആകരുതേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു തനിക്കും അപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ പ്രതീക്ഷകളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് അവളാണെന്ന് അറിഞ്ഞതും തൻ്റെ ഹൃദയവും ഒരു നിമിഷത്തേക്ക് നിലച്ചു പോയിരുന്നില്ലേ? അച്ചമ്മ പറഞ്ഞതുപോലെ അവൾ ചെയ്തത് കൊടും കുറ്റം തന്നെയാണ്. ഇനി ഒരിക്കലും ഇതുപോലെയുള്ള തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കാതെ താൻ വേണം അവളെ കരുതലോടെ കൂടെ കൊണ്ട് നടക്കാൻ. ഇനിയൊരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവൾക്ക് ശിക്ഷകൾ നൽകേണ്ടി വരും. സാരമില്ല, എൻ്റെ പെണ്ണിന് വേണ്ടിയല്ലേ. ഇത്തിരി വേദനിച്ചാലും അവൾ നന്നായി കിടക്കുന്നത് കാണാനല്ലേ താനും ആഗ്രഹിക്കുന്നത്. ആ 21 വയസ്സുകാരൻ്റെ ചിന്തകൾ പല വഴിക്കും പാഞ്ഞു. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോയി. ഇടയ്ക്ക് നിത വന്ന് എന്തെങ്കിലുമൊക്കെ ചുമ്മുവിനെ ചൊറിയുവാനായി വന്നെങ്കിലും അവൾ ആ പെണ്ണിനെ തൊല്ലും ഗൗനിച്ചതേയില്ല. ചുമ്മു അവൾക്കിട്ടുള്ള പണി എങ്ങനെയെങ്കിലും കൊടുത്തിരിക്കുക എന്നുറപ്പുള്ളത് കൊണ്ട് പങ്കു അവളോട് തെറ്റാൻ നിന്നില്ല. പക്ഷെ ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. നല്ലവളായ ഉണ്ണി മേലേടത്തെ കൊച്ചുമക്കളോട് നല്ലൊരു ബന്ധം ഏർപ്പെടുത്തിയിരുന്നു, പ്രത്യേകിച്ചും കണ്ണനോട്. ചുമ്മുവിൻ്റെ മുൻപിൽ വെച്ച് മാത്രം കണ്ണനോട് കൂടുതൽ ചിരിച്ചും സംസാരിച്ചും അവനോടൊപ്പം സമയം ചിലവഴിക്കുക എന്നതൊക്കെ അവളുടെ വിനോദങ്ങളായി മാറി. മനഃപൂർവ്വം വേദയെ സങ്കടപ്പെടുത്തുവാനായിട്ട് ഇതൊക്കെ അവൾ ചെയ്തിരുന്നുവെങ്കിലും ചുമ്മുവിനെ ഇതൊന്നും തെല്ലു ഏശിയില്ല എന്നതാണ് സത്യം. നോക്കു ചുമ്മു, നിനക്ക് കണ്ണനോട് മുടിഞ്ഞ ലവാണെന്ന് കരുതിയ ആ പെണ്ണ് നിന്നെ കാണുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഒട്ടിച്ചെന്ന് നിൽക്കാൻ നോക്കുന്നേ. നിധിയുടെ തകർപ്പ അഭിനയം കാണുമ്പോൾ പലപ്പോഴും പങ്കുവിന് പുച്ഛം തോന്നും. അതിനെനിക്ക് നിൻ്റെ കണ്ണേട്ടനോട് ഇതുപോലത്തെ യാതൊരു ഫീലിങ്സും ഇല്ലെന്നുള്ള കാര്യം ആ പന്നമ്മോക്ക് അറിയത്തില്ലല്ലോടാ പങ്കു. അവൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് അക്കാര്യം പറയുന്നതെങ്കിലും കേട്ട് നിൽക്കുന്ന പങ്കുവിൻ്റെ മനസ്സിൽ അത് വേദനയുണ്ടാക്കും. എങ്കിലും അതവൻ പുറത്തു കാട്ടാറില്ലായിരുന്നു.
ഒരിക്കൽ എൻ്റെ കണ്ണേട്ടനും ചുമ്മുവും തമ്മിൽ പരസ്പരം സ്നേഹിക്കൂ എന്നൊരു വിശ്വാസം അവനിലുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. പക്ഷെ ഇതിനൊക്കെ വിലങ്ങുതടിയായി നടന്ന ഒരു സംഭവമാണ് അവൻ്റെ ചിന്തകളെ വല്ലാതെ മാറ്റിമറിച്ചത്. ഒരു ദിവസം അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ ചുമ്മുവിന് കൊടുക്കുന്നത് പോലെ നിതയ്ക്ക് ചോറ് കുഴച്ചു കൊടുക്കുന്ന കണ്ണേട്ടൻ. ചുമ്മുവിനത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു വികാരവും ഉണ്ടായില്ലെങ്കിലും അത് കഴിച്ചുകൊണ്ടിരുന്ന നിതയുടെ മുഖത്ത് ഒരു വിജയീ ഭാവമായിരുന്നു. പക്ഷെ പങ്കുവിനന്ന് ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല. അവൻ കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഡി, നീ അത്ര വലിയ ആളാണെന്നൊന്നും കരുതണ്ട. എൻ്റെ ഏട്ടൻ ചുമ്മുവിനുള്ളതാ. നീ എത്ര തലകുത്തി മറിഞ്ഞാലും കണ്ണേട്ടന് നിനക്കൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് നീ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ ഇന്നത്തോടെ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പൊന്നു മോളെ, ഈ പങ്കു ആരാണെന്ന് നീ അറിയും. അത്താഴം കഴിച്ചിട്ട് മുറിയിലേക്ക് പോകുവാനായി നിതയുടെ മുൻപിൽ താക്കീത് മുഴക്കിക്കൊണ്ട് പങ്കു ചെന്ന് നിന്നു. ആഹാ, ഇനി എന്തൊക്കെ നീ കാണാൻ കിടക്കുന്നു? കണ്ണേട്ടൻ എനിക്കിന്ന് ചോറ് കുഴച്ച് തന്നപ്പോൾ തന്നെ നിനക്ക് ദഹിച്ചില്ല അല്ലേ? ഇനി ഓരോന്നോരോന്നായി ഏട്ടൻ എനിക്ക് ചെയ്തു തരാൻ തുടങ്ങും. അങ്ങനെ ഒടുക്കം നിൻ്റെ ഏട്ടനെ ഞാൻ ചുമ്മുവിൽ നിന്ന് അകറ്റും. അവളെ കാണുമ്പോൾ വെറുപ്പോടെ മുഖം തിരിക്കും. നീ നിൻ്റെ ചുമ്മുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യിച്ചക്ക. പങ്കുവിൻ്റെ മുൻപിൽ കൂസലില്ലാതെ അവൾ നിന്നു. വെറുതെ ആടി, നീ ഞൊട്ടും. എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സിലെ ചുമ്മുവിനുള്ള സ്ഥാനം നിനക്കൊരിക്കലും കിട്ടില്ല. അതിനുവേണ്ടി നീ എന്തൊക്കെ വൃത്തികെട്ട പണികൾ ചെയ്താലും അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. നീ കളിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നിനക്കെതിരായിട്ട് നിൽക്കുന്നതേ മേലേടത്തെ നാരായണിയമ്മയുടെ ഒരേ ഒരു കൊച്ചുമോളാണെന്ന്. ഈ വീട്ടിൽ അവൾ കഴിഞ്ഞിട്ടേ ബാക്കി ആരും ഉള്ളെന്ന്. ഈ പറയുന്ന കണ്ണേട്ടന് പോലും അവൾ കഴിഞ്ഞിട്ടേ ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് നീ അങ്ങ് അഭിനയിച്ച് തകർക്ക്. നിനക്കുള്ള ഓസ്കാർ അവാർഡ് താമസിക്കാതെ എൻ്റെ ചുമ്മുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടും. അത്രയും പറഞ്ഞിട്ട് പങ്കു അവളെ നോക്കി പല്ല് ഞെരിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. അവൻ പറഞ്ഞതോരോന്നും നിതയുടെ നെഞ്ചിലാണ് കുത്തിക്കയറിയത്. മുറിയിൽ കയറി വാതിലടച്ച് കട്ടിലിലേക്ക് അമരുമ്പോൾ നിതയ്ക്ക് അവളെ ഇല്ലാതാക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ചുമ്മു, നിനക്കെന്നെ കണ്ണേട്ടനെ വേണം ലിഡി. അവളുടെ ഉള്ളിൽ പക നിറഞ്ഞു. ശിവദാസൻ്റെയും ദേവരാജൻ്റെയും ഇരുനില മാണികളുടെ പണി മേലെടുത്ത് തറവാടിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള പറമ്പുകളിൽ തകൃതിയായി നടക്കുന്നുണ്ട്. ഒന്നാമത്തെ നിലയുടെ ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കെട്ടിടത്തിന് ചുറ്റുമായി ആവശ്യത്തിനുള്ള മണലും ഇഷ്ടികളും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ കൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഉച്ച സമയമായതിനാൽ പണിക്കാരെല്ലാം ചോറുണ്ണുവാനായി പോയ സമയമായിരുന്നത്. അച്ചുവും അനിരുദ്ധും വിവേകും വിപിനും കണ്ണനും കൂടി കെട്ടിടത്തിന് മുൻപിലുള്ള മാവിൻ്റെ ചുവട്ടിൽ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പങ്കു മാത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അച്ചുവേട്ട, ഞാൻ ആ വീടൊന്ന് കാണാൻ പോയിക്കോട്ടെ. അപ്പോഴാണ് നിത അങ്ങോട്ടേക്ക് വന്ന് പണിയുന്ന വീട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിച്ചത്. പൊയ്ക്കോ, പക്ഷെ സൂക്ഷിക്കണം. ഭിത്തിയൊന്നും കെട്ടിയിട്ടില്ല. അതുമല്ല, മുകളിലേക്കുള്ള പടികൾക്ക് കൈവരിയും പിടിപ്പിച്ചിട്ടില്ല. അമ്മാവൻ്റെ മകളെന്നുള്ള വാത്സല്യം അച്ചുവിന് പണ്ട് തൊട്ടേ അവളോടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോയിട്ട് വരാവേ. അതും പറഞ്ഞ് നിത അങ്ങോട്ടേക്ക് നടന്നു. പാവം കുട്ടിയാടാ, വിവേക് അവൾ പോകുന്ന വഴിയെ നോക്കി ആരോടെന്നില്ലാതെ പറഞ്ഞു. ആ, പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ ചുമ്പൂനും പങ്കുവിനും ഇവളെ അങ്ങ് പിടിച്ചിട്ടില്ല. അച്ചു തൻ്റെ സങ്കടം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. ചുമ്മൂന് നമ്മളോട് ആരോടെങ്കിലും ഇത്തിരി കൂടുതൽ മിണ്ടുന്ന കാണുമ്പോൾ വിഷമോ അച്ചുവേട്ടാ? അതിൻ്റെയാ. കണ്ണൻ ചിരിച്ചുകൊണ്ട് അശ്വിൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുവാൻ വേണ്ടി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയൊന്നൊരു ഉച്ചത്തിലുള്ള അലറിച്ച പോലെയുള്ള ശബ്ദം കേട്ടത്. പൊടുന്നനെ വെപ്രാളത്തോടെ അങ്ങോട്ട് നോക്കിയവരുടെ കണ്ണുകൾ ഭയത്തോടെ പുറത്തേക്ക് മിഴിഞ്ഞു വന്നു. മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് പതിക്കുന്ന നിതേ. അത് കണ്ടതിൻ്റെ ആഘാതത്തിൽ ഒരു നിമിഷം അവർ നിശ്ചലരായി നിന്നു പോയെങ്കിലും അടുത്ത നിമിഷം തന്നെ എല്ലാവരും കൂടി അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്നിരുന്നു. മൺകൂനയുടെ മുകളിൽ വീണ് കിടക്കുന്ന നിതയെ അച്ചു കയ്യിൽ കോരിയെടുക്കാൻ ശ്രമിച്ചതും അവൾ വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ടിരുന്നു. നെറ്റിയിൽ നിന്ന് ഒഴുകുന്ന ചോര അവളുടെ മുഖമാകെ പടരുന്നത് കണ്ടതും അവരെല്ലാവരും ഭയന്നുപോയി. എന്താ, എവിടെയെങ്കിലും തട്ടിയോ? എവിടാ വേദനിക്കുന്നേ? കൂടി നിന്നവർ 100 ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും അവൾ ഉത്തരമൊന്നും പറയാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞില്ലേടി ഞാൻ സൂക്ഷിക്കണമെന്ന്? എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റാ. വിടണ്ടായിരുന്നു നിന്നെ. ഈശ്വരാ. അച്ചു അവളെ എങ്ങനെ കയ്യിൽ കോരി എടുക്കണമെന്നറിയാതെ വിഷമിച്ചു പോയി.
ഞാൻ സൂക്ഷിച്ചതാ അച്ചുവേട്ടാ. അവിടെ ചുമ്മു എന്നെ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ പായിക്കുന്നവളുടെ നോട്ടത്തെ പിന്തുടർന്ന 5 ജോഡി കണ്ണുകളും കണ്ടത് ഒന്നാം നിലയിൽ പേടിയോടെ താഴേക്ക് നോക്കി നിൽക്കുന്ന വേദയെയാണ്. കാത്തിരിക്കൂ കേട്ടോ. അപ്പോൾ പാസ്റ്റ് തീർന്നു, ഇച്ചിരിയും കൂടി കാണുവേ. അടുത്ത പാട്ട് തൊട്ട് പ്രസൻറ്റ് തുടങ്ങും. ഏകദേശം ഇന്നത്തെ പാട്ടിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് 2 വരി കുറിച്ചിട്ട് പോ പിള്ളേരെ. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാവേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.